നമ്പർ 3, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ട്രെങ്ത്സ്. ഇൻട്രോവേർട്ടായ പല ആളുകളും അവരുടെ കഴിവുകളെക്കുറിച്ച് തിരിച്ചറിയുകയോ അവരുടെ യഥാർത്ഥ കഴിവുകളെ മനസ്സിലാക്കുകയോ ചെയ്യാത്തവരാണ്. അവർ പല കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിക്കുകയും അത്തരം ചിന്തകളിൽ തന്നെ മുഴുകിയിരിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകളെക്കുറിച്ചോ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ ഇവർ വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാറില്ല. ഇത്തരത്തിലൊരു മെൻറ്റാലിറ്റി കൊണ്ട് തന്നെ അവരുടെ ആഴത്തിലുള്ള ചിന്ത, സർഗാത്മകത അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധ എന്നിവ പൂർണ്ണമായി തിരിച്ചറിയുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് അവരുടെ കഴിവുകളെ കുറച്ചു കാണുന്നതിലേക്ക് നയിക്കുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിക്കുകയും നിങ്ങളിലുള്ള യഥാർത്ഥ കഴിവുകളെ മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാതെ സ്വന്തം കഴിവുകളെ കുറച്ചു കാണുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയേക്കാം. അതായത് യാതൊരു രീതിയിലും ആക്ഷൻസ് എടുക്കാതെ നിങ്ങൾക്ക് യാതൊന്നും നേടിയെടുക്കാനോ സ്വന്തമാക്കാനോ സാധിക്കില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ മനസ്സിലാക്കുകയും അതിനെ ട്രൈ ചെയ്തു നോക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം കുറച്ച് കാണുന്നത് ഒഴിവാക്കാനും നിങ്ങളെ കൂടുതൽ ബെറ്ററാക്കി നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ഗ്രോ ചെയ്യിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 4, ഫിയർ ഓഫ് ഫെയിലിയർ ഓർ റിജക്ഷൻ. ഇൻട്രോവേർട്ടായ ആളുകൾ പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അമിതമായി ചിന്തിച്ച് പലപ്പോഴും പരാജയങ്ങളെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചുമായിരിക്കും ഇവർ കൂടുതലും വന്നെത്തുന്നത്. ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പരാജയപ്പെടുമെന്നും തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നു. അതല്ലെങ്കിൽ പലപ്പോഴും പരാജയത്തിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ സാധ്യതകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായി ഇത്തരത്തിലുള്ളവർ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാനും മുന്നിട്ടിറങ്ങാനും ഇത്തരത്തിലുള്ള ആളുകൾക്ക് മടിയോ അലസതയോ തോന്നിയേക്കാം. ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും തിരുത്താനും ശ്രമിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏതൊരു തീരുമാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അതെനിക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നും അതിൽ ഞാൻ പരാജയപ്പെട്ടേക്കാമെന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ഭയം നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഇതുവഴി നിങ്ങളുടെ ഗ്രോത്തിനെയും നിങ്ങളുടെ ലൈഫിലെ എല്ലാ സാധ്യതകളും നഷ്ടമാകാനായി കാരണമായേക്കാം. നമ്പർ 5, ലാക്ക് ഓഫ് അഡ്വക്കസി. പലപ്പോഴും എക്സ്ട്രോവേർട്ടിനെ പോലെ സോഷ്യൽ ലൈഫിൽ എൻഗേജ്ഡ് ആയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ, ജോലി സാഹചര്യങ്ങളിലെല്ലാം ഇൻട്രോവേർട്ടായ ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനയോ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനമോ കാഴ്ചവെക്കാനായി സാധിച്ചെന്ന് വരില്ല. അതായത് എക്സ്ട്രോവേർട്ടായ ആളുകൾക്ക് സോഷ്യലി എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ എനർജിയും പോസിറ്റീവായും ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് നേരെ തിരിച്ചുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലി എൻഗേജ്ഡ് ആയ പല പരിപാടികളിലും പല വർക്കുകളിലും ഇൻട്രോവേർട്ടായ ആളുകൾക്ക് വേണ്ടത്ര രീതിയിൽ ശോഭിക്കാനായി സാധിച്ചെന്ന് വരില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കിതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ പോരായ്മയെ മാറ്റിയെടുക്കാനും ശ്രമിക്കുക. പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ ഉചിതമായി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത്തരം സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പല ആളുകൾക്കും ഇപ്പോഴും ഇത്തരം സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനോ പോസിറ്റീവായി നിലനിൽക്കാനോ സാധിക്കാറില്ല. നിങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. സോഷ്യലി എൻഗേജ്ഡ് ആയിരിക്കേണ്ട സാഹചര്യങ്ങളെ എത്തരത്തിൽ ഹാൻഡിൽ ചെയ്യണമെന്നും അത്തരം സിറ്റുവേഷനിൽ എങ്ങനെ നിലനിൽക്കണമെന്നും മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെയും നിങ്ങളെന്ന പേഴ്സൻ്റെ ഹെൽത്തിനെയും ബാധിക്കാത്ത രീതിയിൽ ഹെൽത്തിയായി ഇത്തരം സാഹചര്യങ്ങളെ പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാനായി ശ്രമിക്കുക. നമ്പർ 6, ഓവർവെൽമിംഗ് ഹൈ സ്റ്റിമുലേഷൻ എൻവയോൺമെൻറ്റ്. ഇൻട്രോവേർട്ടായ ആളുകൾ പലപ്പോഴും വളരെ ശാന്തമായ അന്തരീക്ഷമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ അബ്നോർമലായ അല്ലെങ്കിൽ ഒരുപാട് ശബ്ദവും കോലാഹലങ്ങളുമെല്ലാം ഉള്ള അന്തരീക്ഷത്തിൽ ഒരുപാട് ഇറിറ്റേറ്റഡായി ഫീൽ ചെയ്തേക്കാം. അതായത് ഇത്തരത്തിൽ ഒരുപാട് ശബ്ദവും തിരക്കുകളുമെല്ലാം ഉള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നതും നിലനിൽക്കുന്നതുമെല്ലാം ഇൻട്രോവേർട്ടായ ആളുകൾക്ക് പലപ്പോഴും സാധിക്കാത്ത ഒന്നാണ്. ഇതുവരെ മെൻ്റലി ആൻഡ് ഫിസിക്കലി വീക്കാക്കുകയും ഒരുപാട് ടയേർഡായി ഫീൽ ചെയ്യിക്കുകയും ചെയ്യും. ഇതുവരുടെ വർക്കിനെയും അവരുടെ എനർജിയെയും ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അന്തരീക്ഷവും ചുറ്റുപാടുകളും ക്രമീകരിക്കാനായി ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്വയം മാറാനായി പരിശ്രമിക്കുക. നമ്പർ 7, ലിമിറ്റഡ് അസർട്ടീവ്നെസ്. തങ്ങൾക്കോ അവരുടെ ആശയങ്ങൾക്കോ വേണ്ടി വാദിക്കേണ്ട സന്ദർഭങ്ങളിൽ അന്തർമുഖർക്ക് ദൃഢനിശ്ചയം, ചർച്ചകൾ അല്ലെങ്കിൽ സംസാരിക്കൽ എന്നീ കാര്യങ്ങളുമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അതായത് ഇത്തരത്തിൽ ദൃഢനിശ്ചയം എടുക്കാനോ ചർച്ചകളിൽ ഏർപ്പെടാനോ
അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനോ അന്തർമുഖർ പലപ്പോഴും മടിച്ചേക്കാം, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളോട് നിരന്തരം പോരാടിയേക്കാം. സോ ഇത്തരം സാഹചര്യങ്ങളെ ഒരു വെല്ലുവിളിയായി എടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് അവരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ വേണ്ടത്ര രീതിയിലുള്ള കഴിവും കാര്യപ്രാപ്തിയും എക്സ്പീരിയൻസും എല്ലാം ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നല്ല ആശയങ്ങളുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് തുറന്ന് പറയാനും നിങ്ങളുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അതുപോലെ നിങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളെ ഭയക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് പുറത്തു പറയാനും പോകുന്നില്ല. സോ ഇത്തരത്തിൽ തന്നിലും തൻ്റെ ആശയങ്ങളിലും തൻ്റെ കഴിവുകളിലും വേണ്ടത്ര രീതിയിലുള്ള ഉറപ്പ് സ്വയം നൽകാത്തത് കൊണ്ട് തന്നെ പല അവസരങ്ങളും നഷ്ടമാകാനും നിങ്ങളുടെ പല ക്രെഡിറ്റുകളും മറ്റുള്ളവർ കൊണ്ടുപോകാനും കാരണമായേക്കാം. സോ ഇത് പല അവസരങ്ങളും നഷ്ടപ്പെടുത്താനും നിങ്ങളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കാനും പലപ്പോഴും സങ്കടങ്ങൾക്കും നിരാശയ്ക്കും കാരണമായേക്കാം. നമ്പർ 8, മിസ്മാച്ച് വിത്ത് ട്രഡീഷണൽ കരിയർ പാത്ത്. ചില അന്തർമുഖർ വിജയത്തിൻ്റെ പരമ്പരാഗത മാർക്കറുകളായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന വിൽപ്പനയോ പബ്ലിക് റിലേഷൻസോ പോലുള്ള നിരന്തരമായ സാമൂഹിക ഇടപെടലുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന കരിയറിൽ അഭിവൃദ്ധി പ്രാപിച്ചേക്കില്ല. സോ അതായത് ട്രഡീഷണലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികപരമായി ഇടപെടേണ്ടി വരുന്ന പല ജോലിയിലും പല കരിയറിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് മെച്ചപ്പെടാനായി സാധിച്ചെന്ന് വരില്ല. ഇത് അവരുടെ എനർജി വേസ്റ്റാക്കുന്ന, അവരുടെ ഉൽപാദനക്ഷമത ഇല്ലാതാക്കുന്ന കാര്യങ്ങളായേക്കാം. സോ അതുകൊണ്ട് തന്നെ ചില ഇൻട്രോവേർട്സിന് അവരുടേതായ കരിയർ പാത്തുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ അവർക്ക് ശോഭിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഗ്രോ ചെയ്യാനും അവരെ സഹായിക്കുന്നത്. നേരെ മറിച്ച് സോഷ്യലി എൻഗേജ്ഡ് ആകേണ്ട പല മേഖലകളും അവർക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം. നമ്പർ 9, പെർസെപ്ഷൻ ബയസ്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെല്ലാം പറയുന്നത് പോലെ സാമൂഹികപരമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും പല ചിന്താഗതികളും തെറ്റിദ്ധാരണകളും എല്ലാം പലപ്പോഴും ഇൻട്രോവേർട്ടായ ആളുകളെ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചേക്കാം, അവരെ എഫക്റ്റ് ചെയ്തേക്കാം. സോ സാമൂഹികമോ സാംസ്കാരികമോ ആയ പക്ഷാപാതങ്ങൾ അന്തർമുഖ സ്വഭാവങ്ങളെ കുറച്ചു കാണിച്ചേക്കാം. ഇത് അന്തർമുഖരുടെ കഴിവുകളെയോ ക്വാളിറ്റീസിനെയോ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നു. സോ ഇത്തരം കാര്യങ്ങൾ ഇൻട്രോവേർട്ടായ വ്യക്തികളെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുക. നമ്പർ 10, ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് ഓർ ഡെവലപ്മെൻറ്റ്. മതിയായ സ്വയം അവബോധമോ വ്യക്തിഗത വികാസമോ ഇല്ലാതെ അന്തർമുഖർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരുടെ ശക്തിയും ബലഹീനതയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായി സാധിക്കില്ല. സോ ഓരോ വ്യക്തിയും അവരെക്കുറിച്ചും അവരുടെ ക്വാളിറ്റീസിനെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചും മനസ്സിലാക്കാതെ യാതൊരു രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളോ ബലഹീനതകളോ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായി സാധിക്കില്ല. സോ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നും നിങ്ങൾ എത്തരത്തിലുള്ള ജീവിതമാണ് എത്തരത്തിലുള്ള നേട്ടങ്ങളാണ് കൈവരിക്കാനായി താല്പര്യപ്പെടുന്നതെന്നും മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്തെടുക്കാനായി സാധിക്കും. നിങ്ങൾക്കതിന് സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ യാതൊരു രീതിയിലും നിങ്ങൾക്ക് ബെറ്ററായി മാറാനോ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനോ സാധിച്ചെന്ന് വരില്ല. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിലേതെല്ലാം പോരായ്മകളാണ് ഉള്ളതെന്ന് തിരിച്ചറിയുകയും വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനും തിരുത്താനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി പരിശ്രമിക്കുക.